നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സിനിമകളിലെ മറ്റ് സിനിമകളിൽ നിന്ന് ഇൻസ്പയർ ആയ ചില സെയിം സീനുകളെ പറ്റിയാണ്. ലിസ്റ്റിലാക്കിയത് ഒരു ബോളിവുഡ് സിനിമയാണ്. 2015 പുറത്തിറങ്ങിയ ഷാരൂഖ് ഖാന്റെ ദിൽവാലെ എന്ന സിനിമ. ഈ ഒരു സിനിമയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സീനാണ് ഈ ഒരു കാർ സീൻ. ഇത് യഥാർത്ഥത്തിൽ ഹോളിവുഡിലെ ഫേമസ് ഫിലിം റാജേഴ്സ് ആയ മിഷൻ ഇമ്പോസിബിൾ നിന്ന് ഇൻസ്പയർ ആയതാണ്. അടുത്തത് ഒരു മലയാള സിനിമയാണ്. 2010 പുറത്തിറങ്ങിയ പാപ്പി അപ്പച്ച എന്ന സിനിമ. ഈ ഒരു സീൻ നിങ്ങൾക്ക് ഒരുപക്ഷെ കണ്ടാൽ തന്നെ തിരിച്ചറിയാം. ഇത് മിസ്റ്റർ ബീൻ കോമഡിയിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. ഇതുപോലെ ദിലീപ് സിനിമകളിൽ മിസ്റ്റർ ബീന്റെ ഒരുപാട് റെഫറൻസ് കാണും. ഇത് 2003 പുറത്തിറങ്ങിയ പട്ടണത്തിൽ സുന്ദരൻ എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിലെ ഒരു സീനാണിത്. ഓ അയ്യോ അതല്ല, ഇത് വെച്ചോ, തൊണ്ടയിൽ കിച്ച് കിച്ചിന് ഏറ്റവും നല്ലതാണ്. അടുത്തത് 2002 പുറത്തിറങ്ങിയ ദിലീപിന്റെ കുബേരൻ എന്ന സിനിമയിലെ ഈ ഒരു സീനാണ്. ഇത് 93 പുറത്തിറങ്ങിയ മിസ്റ്റർ ബീന്റെ ബീൻ എന്ന സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. അടുത്തത് CID മൂസയിലെ സീനാണ്. അടുത്തത് RRR സിനിമയിലെ സീനാണ്. ഈ സിനിമയിലെ ഈ ഒരു സീൻ ഹോളിവുഡിലെ 10,000 BC എന്ന സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. അടുത്തൊരു സംഭവമാണ് ഇപ്പോൾ പല സിനിമകളിലും കാണാം. നായകൻ റണ്ണിങ്ങിൽ നിൽക്കുന്ന വണ്ടിയിൽ നിന്ന് സ്ലോ മോഷനിൽ ഇറങ്ങി വരുന്നത്. ഇങ്ങനെയുള്ള സീനുകൾ ഇന്ത്യയിൽ സിംഗം സിനിമകളിലാണ് ആദ്യമായി യൂസ് ചെയ്തത്. പക്ഷേ ഈ ഒരു ശൈലി ഹോളിവുഡിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. ബ്രൂസ് വിൽസിന്റെ 2010 പുറത്തിറങ്ങിയ റെഡ് എന്ന സിനിമയിൽ നമുക്കിത് കാണാം. അടുത്തത് 2010 പുറത്തിറങ്ങിയ അക്ഷയ് കുമാറിന്റെ ഹൗസ്ഫുൾ എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു സീനുണ്ട്. ഇത് വേൾഡ് ഫേമസ് സിനിമയായ ഹോളിവുഡിലെ നൈറ്റ് അറ്റ് ദി മ്യൂസിയം 1 സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. ഈ ഒരു സിനിമ 2003 പുറത്തിറങ്ങിയത്. നമ്മുടെ എല്ലാവരുടെയും നൊസ്റ്റാൾജിക് ആയ സിനിമ. ഈ ഒരു സിനിമ പണ്ട് കൊച്ചി ടിവിയിൽ മലയാളത്തിൽ കണ്ടിട്ടുള്ളവർ ഉറപ്പായി താഴെ കമന്റ് ചെയ്യണം. വളരെ യുണീക്ക് കോൺസെപ്റ്റ് ഉള്ള സിനിമയാണ്. നമ്മുടെ എല്ലാവരുടെയും വളരെ മികച്ച മെമ്മറീസ് ആണ് ഈ ഒരു സിനിമ. അടുത്തത് 2018 പുറത്തിറങ്ങിയ ബാഗി 3 എന്ന സിനിമയാണ്. സിനിമ ബോക്സ് ഓഫീസിൽ ഫുള്ളി ഒരു ആക്ഷൻ സിനിമയാണിത്. ഈ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു സീനുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഹോളിവുഡിലെ വണ്ടർ വുമൺ സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. അടുത്തത് ക്രിഷ് സിനിമയാണ്. നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സൂപ്പർ ഹീറോ മൂവിയാണ് ക്രിഷ്. ക്രിഷ് സീരീസിൽ മൊത്തം 3 സിനിമകൾ പുറത്തിറങ്ങി. ഇതിൽ ഏറ്റവും മികച്ചത് കോയി മിൽ ഗയ എന്ന 1 സിനിമയും ക്രിഷ് എന്ന 2ാം ഭാഗവുമാണ്. ക്രിഷ് 3 എന്ന സിനിമ 1ഉം 2ഉമായി കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റോറി അല്പം വീക്കാണ്. പക്ഷേ VFX കൂടുതലായി യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറി വീക്കാണെങ്കിലും ക്രിഷ് 3 എന്ന സിനിമ ബോക്സ് ഓഫീസിൽ വളരെ വലിയൊരു കളക്ഷൻ നേടി. ആ കാലഘട്ടത്തിൽ, അതായത് 2013 400 കോടി കളക്ഷൻ നേടി. പക്ഷേ ഈ സിനിമ ഒരിക്കലും ക്രിഷ് 1ഉം 2ഉമായി കമ്പയർ ചെയ്യാൻ കഴിയില്ല. ക്രിഷ് 1ഉം 2ഉം ഒരു ഡിഫറെന്റ് ആണ്. ഒരു യുണീക്കായ സ്റ്റോറി ലൈനാണ്. നമ്മൾ ഹോളിവുഡ് സൂപ്പർ ഹീറോ സിനിമകളിൽ കണ്ട പല സംഭവങ്ങളും ക്രിഷ് 3യിൽ കൊണ്ടുവന്നു.
ഒരു യൂണീക്നെസ് ഉണ്ടായിരുന്നില്ല. കൃഷ് 3യിലെ ഈ ഒരു ഫ്രോഗ് മാൻ എക്സ്മാൻ സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. കൃഷ് 3യിലേക്ക് വരുമ്പോൾ കൃഷ് പറക്കുന്ന സീനുകളെല്ലാം ഉണ്ട്. ഇത് സൂപ്പർമാൻ സിനിമകളിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. കൃഷ് 3യിലേക്ക് വന്നപ്പോൾ പവർ കൂടിയതിനു ശേഷമാണ് കൃഷ് പറക്കാൻ തുടങ്ങിയത്. പക്ഷെ ആ പഴയ ഓടി വന്ന് ചാടുന്ന സ്റ്റൈല് തന്നെയായിരുന്നു നല്ലത്. അതൊരു യുണീക്ക് ആയിരുന്നു. എങ്ങനെ നോക്കിയാലും കൃഷ് 3 എന്ന സിനിമ ഒരിക്കലും 1 ഉം 2 അത്ര എത്തില്ല. അടുത്തത് ധൂം 1 സിനിമയിലെ ഈ ഒരു ഫൈറ്റ് സീനാണ്. ഇത് മെട്രിക്സ് എന്ന ഹോളിവുഡ് സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. അടുത്തത് എന്തിരൻ സിനിമയാണ്. എന്തിരൻ സിനിമയിലെ പല സീനുകളും പല ഹോളിവുഡ് സിനിമകളിലും കാണാം. മെയിനായും എന്തിരൻ സിനിമയിലെ പല സീനുകളും ഹോളിവുഡിലെ റോബോട്ട് സിനിമകളിൽ നിന്ന് തന്നെ കൂടുതലായും ഇൻസ്പയർ ആയിട്ടുണ്ട്. 2004 ഐ റോബോട്ട് എന്നൊരു സിനിമ പുറത്തിറങ്ങി. ഇതൊരു ഹോളിവുഡ് സിനിമയാണ്. വിൽ സ്മിത്ത് ആണ് ഈ ഒരു സിനിമയിലെ നായകൻ. സിനിമ നടക്കുന്നത് ഫ്യൂച്ചറിലാണ്. ഫ്യൂച്ചറിൽ ഭൂരിഭാഗം വർക്കുകളും മനുഷ്യരെക്കാൾ കൂടുതൽ റോബോട്ടാണ് ചെയ്യുന്നത്. വിൽ സ്മിത്തിന്റെ ക്യാരക്ടറിന് പണ്ടേ റോബോട്ടുകൾ ഇഷ്ടമല്ല. കാരണം എന്തെന്നാൽ ഒരു ദിവസം ഒരു ആക്സിഡന്റ് ഉണ്ടായി. അതിൽ വിൽ സ്മിത്തിന്റെ ക്യാരക്ടറും മകളും വെള്ളത്തിലേക്ക് താഴ്ന്നു പോവുകയായിരുന്നു. വിൽ സ്മിത്തിന്റെ ക്യാരക്ടർ മകളെ രക്ഷിക്കാൻ പറഞ്ഞപ്പോൾ റോബോട്ട് വിൽ സ്മിത്തിനെ തന്നെയാണ് രക്ഷിച്ചത്. റോബോട്ടുകൾ ഡേഞ്ചർ ആണെന്ന് വിൽ സ്മിത്തിന്റെ ക്യാരക്ടർ എപ്പോഴും വിശ്വസിച്ചിരുന്നു. ഒരു ദിവസം ഒരു ലാബിൽ ഒരു സയന്റിസ്റ്റ് കൊല്ലപ്പെടുകയാണ്. ഈ ഒരു കൊല ചെയ്തത് ഒരു റോബോട്ടാണ്. റോബോട്ടുകൾ മനുഷ്യനെതിരെ തിരിഞ്ഞാൽ എന്ന കോൺസെപ്റ്റാണ് ഈ ഒരു സിനിമയിലും ഉള്ളത്. ഇതേ കോൺസെപ്റ്റിൽ ആദ്യം പുറത്തിറങ്ങിയ സിനിമയാണ് ടെർമിനേറ്റർ. എന്തിരൻ എന്ന സിനിമ ഇൻസ്പയർ ആയിട്ടുള്ള ഓരോ സീനുകളും നമുക്ക് നോക്കാം.